അമേരിക്ക യൂറോപ്പിനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ യൂറോപ്പ് അമേരിക്ക ഇല്ലാതെ ഇല്ല. ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം യൂറോപ്പും അമേരിക്കയും തമ്മിൽ വലിയ ഉടക്കാണ്. യൂറോപ്പ് ഇന്ത്യയിലേക്ക് അടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം യൂറോപ്പിന്റെ യൂണിയൻ പ്രതിനിധികളായിട്ടുള്ള ഉർസുലയൊക്കെ വന്ന് നമ്മുടെ നാട്ടിൽ FTA കരാറൊക്കെ ഒപ്പുവെച്ച് പോയി ചരിത്രപരമായ നിമിഷമൊക്കെ സൃഷ്ടിച്ചത്. ഇപ്പോഴിതാ അമേരിക്കയിലുള്ള വിശ്വാസം ജർമ്മനിക്ക് പാടെ നഷ്ടപ്പെടുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. യൂറോപ്പ് സ്വന്തം ആണവ സുരക്ഷാ കവചം ഒരുക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്താണ് ഈ സംഭവം? ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾ യൂറോപ്പിൽ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജർമ്മനി ആണവോർജ്ജ മേഖലയിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. നാറ്റോയിലോ യൂറോപ്പിന്റെയും സുരക്ഷാ ഗ്യാരണ്ടികളെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുഴുവൻ യൂറോപ്പിനെയും ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി വേണ്ടത്ര ചെലവഴിക്കാത്ത രാജ്യങ്ങളെ അമേരിക്ക സംരക്ഷിക്കില്ലെന്ന് ട്രംപ് പറയുന്നു. ഇതിനു പുറമെ ഗ്രീൻലാൻഡ് വാങ്ങുന്നതിനെ കുറിച്ചുള്ള ട്രംപിന്റെ പ്രസംഗം യൂറോപ്യൻ രാജ്യങ്ങളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തി. ഈ സുരക്ഷാ ഭീഷണിയും അവിശ്വാസത്തിന്റെ അന്തരീക്ഷവും കാരണം ജർമ്മനി ഇപ്പോൾ അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സ്വാശ്രയത്വം നേടാനും തീരുമാനിച്ചിരിക്കുകയാണ്. മുഴുവൻ യൂറോപ്യൻ യൂണിയനും ഒരു സംയുക്ത ആണവ സുരക്ഷാ കുടക്കീഴിൽ വരേണ്ട സമയമാണിതെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് സൂചിപ്പിച്ചു. ഇതിനായി ഫ്രാൻസുമായും ബ്രിട്ടനുമായും സഹകരിച്ച് പ്രവർത്തിക്കാൻ ജർമ്മനി ആഗ്രഹിക്കുന്നു. അമേരിക്കയുമായുള്ള നിലവിലെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ശക്തമായ ഒരു ബദൽ തയ്യാറാക്കേണ്ടത് ആവശ്യമാണെന്ന് ചാൻസലർ മെർസ് വിശ്വസിക്കുന്നു. ഈ ചർച്ച അതിന്റെ പ്രാരംഭഘട്ടത്തിലാണെന്നും അമേരിക്കയുടെ ഇഷ്ടത്തിന് വിടുന്നതിന് പകരം യൂറോപ്പിന്റെ സുരക്ഷ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും ഇപ്പോൾ അവർ പറയുന്നുണ്ട്. 1990 4+2, 1969 ആണവ നിർവ്യാപന ഉടമ്പടി എന്നിവ പ്രകാരം ജർമ്മനിക്ക് സ്വന്തം ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിന്ന് വിലക്കുണ്ട്. എന്നാൽ ചാൻസലർ മെർക്കൽ ഇതിനൊരു നയതന്ത്ര മാർഗം കണ്ടെത്തി. ജർമ്മനി സ്വന്തമായി ബോംബുകൾ നിർമ്മിക്കില്ലെന്നും ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ ആണവായുധ പങ്കാളികളുമായി സഹകരിച്ച് അവരുടെ ആയുധങ്ങൾ യൂറോപ്യൻ ആസ്തിയായി ഉപയോഗിക്കുന്നതിനുള്ള ഒരു തന്ത്രം വികസിപ്പിക്കാൻ കഴിയുമെന്നും അവർ പറയുന്നു. ഈ രീതിയിൽ അന്താരാഷ്ട്ര ഉടമ്പടികൾ ലംഘിക്കാതെ തന്നെ ജർമ്മനിക്ക് ആണവ സുരക്ഷ കൈവരിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ജർമ്മനി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.